എൻ്റെ ചിക്കു വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ എല്ലാവരും? ചിക്കു ഇന്നലെ മൊത്തം ഇവൻ എന്നെ ഒന്ന് ടെൻഷൻ അടുപ്പിച്ചായിരുന്നേ. എന്തോ സംഭവം എന്നറിയാമോ? ഇവൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ കയ്യിൽ നിന്ന് ആഹാരവും കഴിച്ചിട്ട് ഇവിടെ മഴയായോണ്ടേ ഇവന് സത്യം പറഞ്ഞാൽ ഇവനും മുത്തിനും ചിക്കുവിനും കൂടെ ഒന്ന് മഴയത്ത് കയറി കിടക്കാനുള്ള വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇവന് ഈ മിനിഞ്ഞാന്ന് വൈകിട്ട് മിനിഞ്ഞാന്ന് രാത്രി നല്ല മഴ പെയ്ത സമയത്തെ ഇവനിവിടെ കിടക്കാൻ നല്ല ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ? സത്യം പറഞ്ഞാൽ മനുഷ്യർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവൻ്റെ ചിക്കുവിൻ്റെ ഈ ഫാമിലിയിൽ നിന്ന്, അതായത് എനിക്ക് വലിയ പട്ടിയെ വളർത്തിയുള്ള വലിയ ഒരു ഇതൊന്നുമില്ല, ഒരു അനുഭവമൊന്നുമില്ല. പക്ഷേ ഈ ചിക്കു, മുത്ത്, അവൻ്റെ കുഞ്ഞുങ്ങൾ, അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടൊരു പാഠമുണ്ട് കേട്ടോ. ജീവിതത്തിൽ മനുഷ്യരിനെ കണ്ടു പഠിക്കാൻ പറ്റുന്നതിലുപരി അവർ തമ്മിലുള്ള ഒരു സ്നേഹം, പിന്നെന്താ പറയണ്ടേ, ശരിക്കും ജീവിതത്തിൽ പല പല വിഷമങ്ങൾ വന്നപ്പം ഒറ്റപ്പെട്ടൊരു സമയത്ത്, ആരുമില്ലാന്ന് തോന്നിയൊരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടിയിലും വിഷമങ്ങളും അനുഭവിച്ചൊരു സമയത്ത്, തനിച്ചായെന്ന് പലപ്പോഴും തോന്നിപ്പോയൊരു സമയത്ത് എനിക്ക് എവിടുന്നോ വന്നൊരു കൂട്ടായിരുന്നു കേട്ടോ ഈ ചിക്കുവും അവൻ്റെ ഒപ്പം വന്ന അവൻ്റെ മുത്തും ആ കുഞ്ഞുങ്ങളും. പല ദിവസങ്ങളിലും വിഷ്ണു ശിവൻ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഇവർ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സംരക്ഷണമാണ്, പിന്നെ ഭയങ്കര കൂട്ടാണ്. കഥ പറയാനാണെങ്കിലും പരിഭവങ്ങൾ പറയാനാണെങ്കിലും ഭയങ്കര ഒരു അടുപ്പമാണ് എനിക്ക് ഇവരോടുള്ളത് കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ഈ എന്താ പറയണ്ടേ, മനുഷ്യനെ മാത്രമല്ലല്ലോ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക് കേട്ടോ. വലിയ പ്ലാവുണ്ടല്ലോ, ആ പ്ലാവിൻ്റെ വലിയ കമ്പുകളും ചക്കയും എല്ലാം കൂടി ഉരുണ്ട് നമ്മുടെ വീടിൻ്റെ ആ സൈഡിലോട്ട് വീണ് ലൈൻ കമ്പി എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ടാങ്ക് പൊട്ടിപ്പോയിട്ടുണ്ട്, പൈപ്പും എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ പറയാൻ വന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? അതായത് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവായിരുന്നു. അപ്പോൾ ഈ ചിക്കു എന്നെ അങ്ങോട്ട് വിടാതിരുന്നത്, ഈ എന്തെങ്കിലും അപകടം വന്നാൽ ഈ നാൽക്കാലികൾക്ക് മുൻകൂട്ടി അറിയാമെന്ന് പറയുന്നത് ഏകദേശം സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ തുണി അങ്ങോട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നൊരു സമയമായിരുന്നു കേട്ടോ. ആ സമയത്ത് ചിക്കു എന്നെ തട്ടി മാറ്റുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവനെന്താ ഈ വന്ന് നടുക്ക് കിടക്കുന്നത്, എടാ മാറടാ, ഞാൻ നിനക്ക് ദോശ കൊണ്ടുതരാമെന്ന് പറഞ്ഞപ്പോഴും അവൻ എന്നെ അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു. എന്തോ ഞാൻ ആ ഒരു സമയം പുറത്തിറങ്ങിയിരുന്നേ തീർച്ചയായിട്ടും വലിയൊരു അപകടം തന്നെ ഉണ്ടായേനെ കേട്ടോ. ആ സമയത്ത് ചിക്കു എന്നെ തട്ടി മാറ്റിക്കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ആ അപകടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, അവരെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ ആ ഒരു കാര്യം ദൈവം എനിക്ക് കാണിച്ചു തന്നാ കേട്ടോ. അതിനിപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു നന്ദിയും സ്നേഹവും എന്നും ഉണ്ടാവും അവരോട്. ഇത് നമ്മുടെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് അവർക്ക് ആടുണ്ട്, ആടിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൂപ്പെടുക്കുമായിരുന്നു. അപ്പം മുത്ത് ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. മുത്ത് വന്ന് നോക്കിക്കുക, ഇതെന്തോ സംഭവം എന്നുള്ളത് നോക്കിക്കുക. ഇത് തന്നെ ഞാൻ പറഞ്ഞു വന്നതും ചിക്കുവിൻ്റെ കാര്യവും മുത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് അവരെന്നെ രക്ഷിച്ചിട്ടുണ്ട്. എന്താ ദൈവത്തിന് അതിന് നന്ദി, അത്രയേ ഉള്ളൂ.